ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് കളിക്കാനാണ്. മൈൻക്രാഫ്റ്റിലെ ഇന്ന് മുതൽ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുകയാണ്. സോ അപ്പോൾ നമ്മളിതാ ക്രിയേറ്റ് ന്യൂ വേൾഡ് നോക്കി നമ്മളെ വേൾഡിൻ്റെ പേര് കൊടുക്കാൻ പോകുന്നത് ലെറ്റ്സ് പ്ലേ എന്നാണ്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എന്നാലാണ് നമ്മൾ വീഡിയോ കൂടുതൽ ആൾക്കാരെ സജഷനിലോട്ട് പോകുള്ളൂ. അപ്പോൾ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ വെക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുക. ഓക്കെ, സോ നമ്മൾ സർവൈവൽ മോഡാണ്. നമ്മൾ ഡിഫിക്കൽറ്റി നോർമലൊക്കെ ഇട്ടിട്ടുള്ളത്. നമുക്ക് വലിയ പ്രോയൊന്നുമില്ല, നമ്മൾ ഒരു ബേസിക് പ്ലെയറാണ്. അത്യാവശ്യം കാര്യങ്ങൾ അറിയുകയും ചെയ്യും. ഞാൻ പണ്ടൊക്കെ ഈ മൈൻക്രാഫ്റ്റ് കളിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് നിങ്ങൾക്കിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. സോ പിറ്റത്തെ വീഡിയോയിൽ ഞാൻ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഞാൻ നമ്മളെ വേൾഡിലെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് നമ്മളിതാ ജനിച്ച് വീണതിൻ്റെ ഒരു ഡെസേർട്ടിലാട്ടോ ബയോം, നമ്മൾ ഡെസേർട്ട് ബയോമിലാട്ടോ. അവിടെ അപ്പുറത്ത് തന്നെ അതിൻ്റെ ടെറാക്കോട്ടൻ്റെ ഒക്കെ ബയോമൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും അവിടെ കാണുന്ന മരങ്ങളൊക്കെ ഒന്ന് മുറിക്കാം. ഓക്കെ, സോ ഗൈസ് ഫസ്റ്റ് നമ്മളൊരു മരം ഇത് മുറിച്ചിനെ കണ്ട് ഐശ്വര്യമായിട്ട് കണ്ട് തുടങ്ങാം. യെസ് ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ ബ്ലോക്ക് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മരം ഫുൾ നമ്മൾ പൊട്ടിക്കാം കേട്ടോ. ഈ മരം പൊടിച്ചു നമുക്ക് ഈ രണ്ടാമത്തെ മരം കുറച്ച് വുഡൊക്കെ അത്യാവശ്യം ആവശ്യമാണല്ലോ. ഫസ്റ്റ് നമുക്ക് ബേസിക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കണം. സോ നമ്മൾ അത്യാവശ്യം വുഡ്സ് 2 മരമൊക്കെ നമ്മൾ വെട്ടി. ഇതൊന്നും സാധനം ഗൈസ് ലീഫ് ലിറ്റർ ഉണ്ട്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നോണ്ടല്ലേ, ഇത് നമ്മൾ കൈക്കൊക്കെ ഇട്ടിട്ട് എന്തായാലും നമുക്ക് ഭാവിയിൽ വീടുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വീടിന് ഡെക്കറേറ്റ് ആയിട്ട് വെക്കും. ഗൈസ് ഇതൊക്കെ ഏതാ അനിമല്? ഞാനാണെങ്കിൽ ഇപ്പോൾ കുറേ കാലമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ അതിനൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാം. സോ നമ്മളെന്തായാലും നമ്മളെ ബേസിക് കാര്യങ്ങളായ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മളെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കുകയാണ്. കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിക്കാക്സ് ഒരു ആക്സ് പിന്നെ ഒരു ഷവല്, സോഡിൻ്റെയും ഹോൻ്റെയും പിന്നെ സ്ഫിയറിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇപ്പം ഇല്ല. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അത് എടുത്താൽ മതി. ഓക്കെ, സോ നമ്മളെന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുക്കാം. എല്ലാ സാധനങ്ങളും നമുക്ക് അത്രയും അത്യാവശ്യമാണ്. സോ നമ്മൾ ഒരു സാധനം നമ്മൾ വഴിയിൽ കളയില്ല, കിട്ടുന്നതല്ലാതെ അത്യാവശ്യം നമ്മൾ എടുക്കും. സോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് ഈ ഡെസേർട്ട് ബയോം തീരെ ഇഷ്ടമല്ല. എനിക്കൊരു നമ്മളെ പച്ചപ്പ് ആണ് എൻ്റെ താല്പര്യം. സോ ഞാനൊരു പച്ചപ്പിലോട്ടെങ്കിലും പോകണം. അവിടെയാണ് ഞാൻ നമുക്ക് നമ്മളെ ബേസ് സെറ്റാക്കേണ്ടത്. ഓക്കെ, ഡെസേർട്ടിലൊക്കെ എന്താ അതൊരു ഫുൾ വെള്ള ഒരു ചടപ്പാണ്. ഞാൻ എന്തായാലും നമ്മളെ പച്ചപ്പ് തടി പോകണം. അതിൻ്റെ ഇടയിൽ കുറച്ച് സാൻഡൊക്കെ നമുക്ക് എടുക്കാം. കാരണം നമ്മളെ വീടിന് ഒരു ഗ്ലാസ് വീട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ, ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നമ്മൾ വീട് ഉണ്ടാക്കുന്നില്ല, ബട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാസിനൊക്കെ ആവശ്യം വരുമല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു 10-15 സാൻഡൊക്കെ ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്, ഒരു അഡീഷണൽ ഇങ്ങനെ പവറല്ലേ. പിന്നെ സ്കാക്ടസും എന്തൊരു പൂവൊക്കെ ഒന്നുമല്ലേ പുതിയ അപ്ഡേറ്റിൽ. സോ അപ്പോൾ കുറച്ച് പുതിയ സാധനങ്ങൾ വന്നിക്കണേ. ഇവിടെ ആണെങ്കിൽ ഈ പച്ചപ്പുള്ള അത്യാവശ്യം നല്ലൊരു സ്ഥലവും കാണില്ല. ഞാനെന്തായാലും ഒന്ന് പോയാക്കട്ടെ വച്ചവരെ, ഒരു നല്ല സ്ഥലം കിട്ടുന്നത് വരെ. കുറേ നടന്ന് നമുക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ട് അപ്പുറത്തൊരു പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കും. ബോട്ട് ആകുമ്പോൾ നമുക്ക് പുഴയിൽ ഇങ്ങനെ നീന്തി പോകാതെ സ്പീഡിൽ നമുക്ക് വേഗം തന്നെ കടന്നു പോകാം. ഓക്കെ, സോ നമ്മളെന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ ബോട്ട് സെറ്റ്. സോ ഇനി നമുക്ക് ഇതൊരു റാബിറ്റ്. നമുക്ക് റാബിറ്റിനെ കൊന്നാൽ കുറച്ച് ഫുഡ് ഔട്ടോ. നമ്മൾ ഹങ്കർ കുറയുമ്പോൾ ഫുഡ് ഇല്ല. ഇതെല്ലാം ഭയങ്കര മണ്ടല്ലേ, പക്ഷെ ഒരടിക്ക് ചത്തിട്ട പാവം. സോ ഇതാണ് ഞാൻ പറഞ്ഞ പോകണ്ട. നമുക്ക് ഇതിൽ കൂടെ പോയി നോക്കാം. ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു പച്ചപ്പുള്ള സ്ഥലം കണ്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിലും ത്രികോണത്തിലും മൂഞ്ചും. ഗൈസ് അതെന്താ അവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ? ആ വില്ലേജാ, ഡെസേർട്ട് വില്ലേജാ? എനിക്കറിയില്ല കേട്ടോ ഡെസേർട്ട് വില്ലേജ് ആണോന്ന് ഗൈസ്. ബട്ട് നമ്മളെ അടുത്ത സൈഡിലാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഒരു പച്ചപ്പ് കണ്ട്. ബട്ട് എന്തായാലും നമുക്ക് ആദ്യം നമ്മൾ ഈ ഡെസേർട്ട് വില്ലേജിലോട്ട് പോകട്ടെ. ഇവിടെ ആകുമ്പോൾ കുറേ റിസോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഫുഡ്, ബെഡിന് ബെഡ്. നമുക്ക് ബെഡൊക്കെ അത്ര അത്യാവശ്യമുള്ള സാധനമാണ്. സോ നമുക്ക് എന്തായാലും ഈ വില്ലേജ് ഒന്ന് അരിച്ച് പറക്കുക.
ഓക്കെ, നമുക്ക് പച്ചപ്പന്തൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ബട്ട് ഫസ്റ്റ് നമുക്ക് ഈ വില്ലേജ് ഒന്ന് അരിച്ച് പറക്കണം. സോ ഇതാ ഫസ്റ്റിനെ പറഞ്ഞേ കിടന്നപ്പോൾ തന്നെ ഇതാ ഹേബയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഹേബയിൽ ഫുള്ള് എടുത്താൽ നമുക്ക് വീറ്റ് ആക്കാം. വീറ്റ് കൊണ്ട് നമുക്ക് എന്താക്കാം, ബ്രെഡ് സെറ്റപ്പ് ആക്കാം. സോ ഇതാ ഞാൻ പറഞ്ഞത് വില്ലേജ് വന്നാൽ പിന്നെ ഇവിടെ വില്ലേജേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വരും ദിവസങ്ങളിൽ ട്രേഡിംഗ് ഒക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് വന്നുകൊണ്ട് ഇവരായിട്ട് നമുക്ക് ട്രേഡിങ്ങും ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഈ ഡെസേർട്ടിലാവൂല, ബട്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു പച്ചപ്പ് ആ ഭാഗത്ത് എവിടെയെങ്കിലും കേൾക്കാൻ നമ്മൾ ബേസ് മിക്കവാറും. കാരണം ഇവിടെ വില്ലേജേഴ്സും ഉണ്ട്, അത്യാവശ്യം സൗകര്യമാണ്. ഇനി നമ്മളെടുത്ത് ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരും ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മളെ വില്ലേജിന് തൊട്ടടുത്ത് തന്നെ ഒരു നെതർ പോർട്ടൽ, ഒരു പൊട്ടിയൊരു നെതർ പോർട്ടൽ. സോ ഇതിൻ്റെ അടുത്ത് എന്തായാലും അത്യാവശ്യം കുറച്ച് ലൂട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും ഇവിടുത്തെ ചെസ്റ്റ് ഇവിടെ നോക്കട്ടോ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവില്ലല്ലോ. മേലെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ട് മേലെ അടിയിലൊക്കെ. യെസ് ഗൈസ്, അതാ ചെസ്റ്റ് ഉണ്ട്. എൻ്റെ ചന്തിയൊക്കെ ഒന്ന് കുറച്ച് പൊള്ളിയിട്ടുണ്ട് ഇവിടെ ഇതായതുകൊണ്ട്. അതുപോലെ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പെട്ട് നമ്മൾ ചെസ്റ്റിൽ ഒരു ഗോൾഡൻ സോഡ്, ആക്സ്, ഒരു പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരു 30-35 സംതിങ് അയേണിങ് കെട്ടും നമുക്ക് ഉണ്ട് ഗൈസ്. ഞാനെന്തായാലും ഇവിടുത്തെ ഫുള്ളും ഒന്നും ഇവിടെ വെച്ചിട്ടില്ല, എല്ലാ സാധനങ്ങളും അരിച്ച് പറക്കി. ഞാൻ സാധനങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ചെസ്റ്റും കൂടി കണ്ട് അരിച്ച് പറക്കിയല്ലോ വെച്ചാൽ ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ ചെസ്റ്റും കൂടി കണ്ട് അരിച്ച് പറക്കിയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് ഇവിടെ നിന്നുള്ള ആവശ്യങ്ങളുണ്ട്. ബട്ട് ഗൈസ് ഇവിടെ നമുക്ക് ഈ ഒബ്സിഡിയനൊക്കെ അവിടെ നിലത്തും കണ്ടുകൊണ്ട് നമുക്ക് ഇനി എന്താ വെച്ചാൽ നെതർക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. കുറേ പേരിലുണ്ടാവില്ല, നമ്മൾ പുതിയത് ഒബ്സിഡിയൻ വേറെ നമുക്ക് സെറ്റ് ആക്കും. ബട്ട് ഇവിടെ ഉണ്ടായിട്ട് ചെറിയൊരു ഉപകാരമാണ്. സോ നമ്മളെന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു പെരയിൽ ഈ വില്ലേജസിൻ്റെ വീട് കയറിയിട്ട് നമുക്ക് ഒന്ന് കിടന്നുറങ്ങി ഡേ ആക്കാം. ഓക്കെ, ഇതാട്ടെ വില്ലേജൊക്കെ എന്നുള്ള ഉപകാരം. നമുക്ക് ഇവരെ വീടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ അങ്ങോട്ട് കയറി പാർക്കാം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ഇന്നലെ. ഫസ്റ്റ് നൈറ്റാണ് നമ്മൾ കഴിഞ്ഞത് നമ്മളെ ഗെയിമിൽ. സോ ഇനി രാവിലെ ആയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ കുറേ ടോർച്ചസൊക്കെ ഉണ്ട്. ആ ടോർച്ചസൊക്കെ എന്തായാലും അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇവർ ചില വീടുകളിൽ ചെസ്റ്റൊന്നും കേട്ടോ, ഞാൻ കണ്ട വില്ലേജസിലൊക്കെ എല്ലാ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടാവും. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീടാണ്, ഇവിടെയും ചെസ്റ്റില്ല. ഞാൻ എന്തായാലും ഇവിടുത്തെ ടോർച്ചുകളൊക്കെ ഉണ്ട്. ടോർച്ച് അത്ര അത്യാവശ്യം കേട്ടോ. നമ്മൾ വീട് പണിയുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ടോർച്ച് വളരെ, നമ്മൾ മൈനിങ്ങിന് പോകുകയാണെങ്കിലും ടോർച്ചാണ് ഏറ്റവും മെയിനായിട്ട് അത്യാവശ്യമുള്ളത്. സോ ഞാനെന്തായാലും എല്ലാ വീടും തപ്പാണ്. ചില വീട്ടിലൊന്നും ഒരു സാധനമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഈ ബെല്ലൊക്കെ അടിച്ച് വില്ലേജസിനൊക്കെ ഇത് പേടിപ്പിക്കുന്നുണ്ട്. സോ നമ്മളിതാ വേറൊരു വീട്, ഇതൊരു വലിയ വീടാട്ടോ. ഇവിടെ എനിക്ക് കുറേ ടോർച്ചും തോന്നുന്നുണ്ട്. ഞാൻ മേലൊക്കെ ഇങ്ങനെ സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെന്ത് കിണ്ണായിട്ടില്ല, ഇവരൊക്കെ വീടുണ്ടാക്കിയിട്ട് നമുക്കൊക്കെ ഇതിലേറെ കിണ്ണ വീടുന്ന ഒരു ചെറിയ വീട്, ബട്ട് കുറച്ച് രസമുള്ളൊരു വീടായിരിക്കും ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, ഇവിടെ നട്ടൊരു ചെസ്റ്റ്, ഇതത്തത് 2 കാക്ടസും പിന്നെ ആർക്കും വേണ്ടത് കുറച്ച് ക്ലേയും തേങ്ങൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ല വെച്ചാൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വാട്ടർക്ക് ചാടുകയാണ്. അയ്യോ ഗൈസ്, ഞാൻ വാട്ടർക്ക് ML ചെയ്യാൻ നോക്കിയത്, ബട്ട് ചാടിയത് തെറ്റിപ്പോയി. നമ്മൾ ഹേർട്ട് നല്ല കുറഞ്ഞിട്ടോ. എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫുഡില്ല, ബട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഹേബേലുണ്ടായിട്ട് നമുക്ക് എന്തായാലും അത് വെച്ചിട്ട് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. നമ്മളെന്തായാലും ആദ്യം ഈ ഹേബേൽ വെച്ചിട്ട് കുറച്ച് വീറ്റ് ഉണ്ടാക്കി, എന്നിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് വിശന്നിട്ടേ കണ്ണാണില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡും കൂടി അങ്ങോട്ട് കാച്ചിട്ട് ഒരു 9ഓളം ബ്രെഡ് കിട്ടുന്നേക്കാരം നമുക്ക് തോന്നുന്നു. അല്ല 9 അല്ലേ, യെസ് 9 ബ്രെഡ് ഇട്ടിട്ട് നമ്മളെന്തായാലും ബ്രെഡൊക്കെ നല്ലപോലെ കഴിക്കട്ടെ. ഇനി എത്രയോ ദിവസം നമ്മളിവിടെ കഴിയാനുള്ളതാണ്. ശക്തിയൊക്കെ വേണം ഓരോരോ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ. സോ നമ്മളെല്ലാം ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വീട് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വില്ലേജ് നമ്മൾ നേരെ കണ്ടിട്ടുണ്ട്. ആ സ്ഥലം ഒരു പച്ചപ്പ് ആ ഭാഗത്തൊക്കെ ആയിരിക്കും. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അവിടെ കണ്ട് എക്സ്പ്ലോർ ചെയ്യും. നല്ല സ്ഥലമാണെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ മിക്കവാറും അവിടെ ഒരു വീട് കയറ്റാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതായിട്ട് നമ്മൾ വില്ലേജ് എല്ലാവരും ഒന്ന് കണ്ടോളി. സോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. കണ്ടേക്കണമെങ്കിൽ കണ്ടവർക്ക്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ഇതിൽ നമുക്ക് കുറച്ച് വീടൊക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കണം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.